ഹേ ഗായ്സ്, സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആയല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് 2-3 കൊല്ലം മുന്നേ മേടിച്ചതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹെയർ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ സിറാണ് കേട്ടോ, ബയോലാജിൻ്റെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കിയായിട്ട് ഫ്രിസ് ഫ്രീ ആക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ക്ലീശ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് എപ്പോഴും നല്ല എനിക്ക് പോണിട്ടയിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. എൻ്റെ നെറ്റ് കയറുന്നുണ്ട്, പക്ഷെ എന്നാലും പോട്ടെ, എനിക്ക് ഈ പോണിട്ടയിൽ കെട്ടിയിരിക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ അതേ വേഗം മുടി ഒരു ഹൈ പോണിട്ടയിൽ കെട്ടുന്നുണ്ട്. പിന്നെ ബാങ്ക്സ് നിർബന്ധമാണ്, അപ്പോൾ അതില്ലാണ്ട് നമുക്ക് വേറെ കളിയില്ല. അപ്പോൾ ഞാൻ ലൂസ് പൗഡർ ആട്ടോ യൂസ് ചെയ്യുക. എനിക്ക് കോമ്പാക്ട് പൗഡർ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇത് ഇടുമ്പോഴാണ് ശരിക്കും ആ ഒരു തൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഡാസ്ലറിൻ്റെ ഐലൻഡർ വെച്ച് ഞാൻ വേഗം ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഗേൾ പവർ. അത്രയ്ക്കും ഞാനത് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ, എവരിഡേ ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയൊരു കമ്മൽ വേഗം എടുത്തിട്ടുണ്ട്, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ച് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വാച്ചും കൂടി ഇട്ട് വേഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറന്നു പോയൊരു കാര്യമാണ് പെർഫ്യൂം ഇല്ലാണ്ട് ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, സീ യു.